നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാഗമൂലമന്ത്രങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, നാഗദേവതകൾ കേരള മണ്ണിൻ്റേത് തന്നെ ഒരു പ്രാചീന ദേവതാ സങ്കല്പമാണ്. പല കുടുംബങ്ങൾക്കും കാവുകളായിട്ടും അല്ലാതെ മഹാക്ഷേത്രങ്ങൾ വരെ സർപ്പാരാധന, നാഗാരാധന നടത്തുന്നതായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ പ്രകൃതിയിലെ ഒരു പ്രാചീന ശക്തിയായിട്ടാണ് നാഗങ്ങളെ കാണുന്നത്. പല അഭിപ്രായങ്ങളുണ്ട്. നാഗദേവത, സർപ്പം, അതുപോലെ അതിൻ്റെ തന്നെ മറ്റു ഭാവങ്ങളായിട്ട് മറ്റു മൂർത്തികളെ കൂടെ ചേർത്ത് നാഗയക്ഷി, നാഗചാമുണ്ഡി, നാഗകാളി അങ്ങനെ തുടങ്ങി അനവധി നാഗ സങ്കല്പങ്ങളുള്ള ദേവതകൾ കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ആരാധിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ തന്നെ നോക്കിയാൽ മണ്ണാറശാല നാഗരാജ ക്ഷേത്രം, അതുപോലെ വെട്ടിക്കോടുണ്ട്. പിന്നീട് ഈ സർപ്പദോഷങ്ങളൊക്കെ മാറാൻ പാമ്പുമ്മേക്കാട്ടുമന, പിന്നീട് ഏറ്റവും കൂടുതലായി പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലാണ് കേരളത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. എങ്കിലും ഈ സർപ്പദോഷങ്ങൾ കഠിനമായിട്ട് നിൽക്കുമ്പോൾ കാളഹസ്തി മുതലായിടത്ത് പോയുള്ള സർപ്പബലികളും, പിന്നീട് കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രം വളരെ പ്രശസ്തമായ നാഗങ്ങളുടെ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം നൽകുന്ന ഒരു സ്ഥലമായിട്ട് പല അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. സുബ്രഹ്മണ്യനും സർപ്പദേവതയും തമ്മിലുള്ള പല ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയുണ്ട്. അതുകൊണ്ട് സുബ്രഹ്മണ്യനും സർപ്പവുമായി വളരെ ബന്ധമുള്ള ഒരു മൂർത്തിയായിട്ട് പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ, ഇത് ഡോക്ടർ അജീഷ് ഷെട്ടി പോലുള്ളവർ പറയുന്നത്, കേരളത്തിലെ നായർ വർഗം നാഗവംശികളായിരുന്നെന്നും അവർ സർപ്പകുലത്തെ പിന്തുടർന്ന് യോദ്ധാക്കളായിട്ട് വന്നവരെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആ നായർ സമുദായത്തിൽപ്പെട്ടവർ നാഗാരാധന വ്യാപകമായിട്ടിരുന്നെന്നും അതുകൊണ്ട് ഓരോ തറവാട്ടിലും സർപ്പക്കാവ് എന്ന പേരിൽ നാഗദേവതകൾക്ക് സമർപ്പിച്ച ഒരു ചെറിയ കാവ് ഉണ്ടായിരുന്നെന്നും അവിടെ സ്ത്രീകൾ നാഗപാത, താലി അല്ലെങ്കിൽ പാമ്പിൻ്റെ തല പോലുള്ള ആകൃതിയിലുള്ള ലോക്കറ്റുകൾ പോലുള്ളത് ധരിച്ചിരുന്നുവെന്നും ഒക്കെ പറയുന്നുണ്ട്. പുരുഷന്മാർ കുടം പോലെ, നാഗഭടം പോലെ മുടിയും കെട്ടിയെന്നൊക്കെയാണ് പറയുന്നത്. ഇത് ഈ നാഗവംശികളും സർപ്പകുലവുമായുള്ള ഒരു ബന്ധത്തിൻ്റെ ഫലമാണെന്നാണ് പറയുന്നത്. നാഗങ്ങളുമയെടുക്കും. നിങ്ങൾക്ക് ധാരാളം മന്ത്രങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. വിദ്യ എന്നൊരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. നാഗ ഉപാസനയിലൂടെ ഷഡ്കർമ്മങ്ങൾ ചെയ്യുന്ന വിധാനങ്ങൾ, അതിലെ ഉഗ്രമൂർത്തികളായിട്ട് നാഗചാമുണ്ഡി പോലുള്ള ദേവതകളെ സങ്കല്പിച്ചായിരുന്നു ചെയ്തിരുന്നത്. ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നാഗരാജ മൂലമന്ത്രമാണ്. അസ്യ ശ്രീ നാഗരാജ മഹാമന്ത്രസ്യ ബ്രഹ്മഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ നാഗരാജോ ദേവത. ധ്യാനം ഇങ്ങനെയാണ്: ധ്യായേത് നാഗരൂപം ഹീനഗരുഡം നരാകൃതിം സർപ്പാകാരം മധോഭാഗം മസ്തകേ ഫണിമണ്ഡലം ഫണത്രയം പരികീർണം നവകീർണം സപ്തഭി ജിഹ്വാം കോപകുടിലാം ഖഡ്ഗചർമ്മധരം തഥാ. അതായത് മനുഷ്യാകൃതിയോടുകൂടിയ നാഗസ്വരൂപൻ, താഴ്ഭാഗ സർപ്പരൂപം, ശിരസിൽ വിരിഞ്ഞ ഫണിമണ്ഡലം, ക്രോധഭാവത്തോടെ വളഞ്ഞ നാവ്, കൈകളിൽ ഖഡ്ഗവും പരിചയം ധരിച്ച ദിവ്യമൂർത്തിയെ ധ്യാനിക്കുന്നു. പിന്നീട് ഒരു ധ്യാനം കൂടെ കാണിച്ചിട്ടുണ്ട്, അതിപ്പോൾ പറയുന്നില്ല, നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്നു. ഇനി മൂലമന്ത്രമാണ്: ഓം നമോ ഭഗവതേ കാമരൂപിണേ മഹാബലായ നാഗാധിപതയെ സ്വാഹ. ഇങ്ങനെയാണ്. ഉപവാസമോ ഒരിക്കലൂണോ ആയിട്ടാണ് നാഗക്ഷേത്രങ്ങളിൽ നൂറും പാലും ഒക്കെ വഴിപാട് നടത്തുന്നതും ഗുണമായിട്ട് പറയുന്നുണ്ട്. 12 ആയില്യനാൾ വ്രതമെടുത്താൽ നാഗശാപം മൂലമുള്ള രോഗങ്ങൾ, ദുരിതങ്ങൾ എന്നിവയ്ക്ക് ശമനമുണ്ടാകും. 12 എണ്ണം തികയും മുമ്പ് സൗകര്യം പോലെ ഒരു ദിവസം നാഗരാജാവിനെ പത്മത്തിൽ പൊതിച്ച് തൃപ്തിപ്പെടുത്തുകയും ചെയ്താൽ ഉത്തമമാണെന്ന് പറയുന്നുണ്ട്. നാഗേക്ഷിയുടെ ധ്യാനമാണ്: ജപാകുസുമ സത്പ്രഭാം കലിതചാരു രക്താംബരാം ജ്വലത്ഭുജംഗഭൂഷണാം പണിലസത്മണിദ്യോതിതാം വരാഭയങ്കരദ്വയാം കനകകുംഭതുഗസ്തിനിം സ്മരാമി വിഷനാശിനീ മാനസീ നാഗയക്ഷീം സദാ. ചുവന്ന തേജസ്സോടെ സർപ്പ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട് വിഷം നശിപ്പിക്കുന്ന ശക്തിയുള്ള നാഗയക്ഷിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ്. ഈ നാഗയക്ഷിക്ക് വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ മാനസീദേവി എന്നൊക്കെ ഒരു പ്രത്യേകതര ഉപാസനാ പദ്ധതികൾ തന്നെയുണ്ട്. ഇനി മൂലമന്ത്രം ഇങ്ങനെയാണ്: ഓം വിനയാതനയെ വിശ്വനാഗേശ്വരി ക്ലീം നാഗയക്ഷി യക്ഷിണീ സ്വാഹ. ഇങ്ങനെയാണ് മൂലമന്ത്രം. അടുത്ത മന്ത്രാന്തരം ഇങ്ങനെയാണ്: ഓം ഹ്രീം നാഗാത്മികായേ രാജപൂജിതായേ നാഗായേ രാജാർച്ചിതായേ ദേവചൈതന്യയുക്തായേ ഗഗനചാരുണ്യ പാതാള നിവാസിന്യ ഇച്ഛാനുരൂപ വിധാനിന്യ നാഗാനുചാരണ്യ നമ. അഭിഷേകത്തിന് പാലും മഞ്ഞൾപ്പൊടിയും നൽകുന്നതും നേദിക്കാൻ പാലും പഴവും കരിക്കും കൊടുക്കുന്നതും നാഗശാപം നീക്കുമെന്നാണ് അതിൻ്റെ വിശ്വാസം. പഞ്ചാക്ഷരമന്ത്രം ജപിക്കുന്നതും നാഗശാന്തിക്ക് ഉത്തമമാണെന്ന് പറയുന്നു. നാഗമാലാമന്ത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശത്രുദോഷശാന്തിക്കാണ്. ഓം നമോ ഭഗവതേ മഹാബലായ നാഗരൂപായ കാമിനെ സർവാത്മനെ സത്യായ ചിത്രായ സാത്വികായ ഹ്രീം നാഗായ മഹാരൂപിണേ മഹാഘോഷായ കാമരൂപിണേ ആകാശാത്മനെ യോഗരൂഢായ സത്യായ ഹ്രീം നാഗാത്മനെ നമ. പാതാളനിവാസിനെ ചിദാന്തസ്ഥായ ആകാശചാരിണേ മേഘനാഥായ നാഗായ മഹാകേശായ നീലാത്മനെ സൂര്യാത്മജായ ബാലിനെ ബലപ്രമഥനായ ദേവാത്മപ്രമഥനായ ചൈതന്യ ഭൂഷാത്മനെ യുഗയുഗന്ധരായ നമ. നാഗായ നാഗകേശായ വ്യോമിനെ ഹാരാലംകൃതാത്മനെ പരാമയ യോഗായ സത്യായ നാഗഘോഷായ നമ. ഭയാനകനാഥഘോഷായ മഹാനാഗാത്മനെ ഹ്രീം നാഗായ ഹ്രീം നമ. ഇത്
ശത്രുദോഷ ശാന്തിക്കൊക്കെ ജപിക്കുന്ന ഒരു നീളമുള്ള മാലാമന്ത്രമാണ്. ഇനി അഭീഷ്ട സിദ്ധിക്ക് ജപിക്കേണ്ട മന്ത്രം ധനം വന്നു ചേരാൻ ഓം നമഃശിവായ നാഗായ നാഗമോഹനായ നാഗാധിപതയെ വിശ്വായ വിശ്വംഭരായ വിശ്വപ്രാണായ നാഗരാജായ ഹ്രീം നമ. ഇങ്ങനെയാണ്. ഇനി സന്താനഭാഗ്യത്തിന് ജപിക്കുന്ന നാഗമന്ത്രം ഓം ഹ്രീം ഹ്രീം ഹും ഭട്ട് ബ്രഹ്മരൂപായ നിത്യായ ഹ്രീം ഹ്രീം ഐം ഐം നാഗരൂഢായ നാഗകേശായ ഖഡ്ഗപ്രിയായ ആയുധധാരിണേ ഖഡ്ഗായ പ്രമോദായ നമ. ഇത് നാഗപ്രമോദ മന്ത്രം എന്നൊക്കെ പറയുന്ന മന്ത്രമാണ്. ഇനി ആരോഗ്യസിദ്ധിക്കും രോഗങ്ങൾ മാറാനും ഓം ഹ്രീം സർപ്പരാജേശ്വരായ രാജായ ഹ്രീം നമഃശിവായ ഹ്രീം. ഇങ്ങനെയാണ്. ഈ മന്ത്രം 36 പ്രാവശ്യം വീതം 18 ദിവസം ജപിച്ചാൽ രോഗങ്ങളും ഒക്കെ മാറി ആരോഗ്യസിദ്ധി വരുമെന്നാണ് പറയുന്നത്. ഈ മന്ത്രങ്ങൾ ദിവസേന ജപിക്കാമെങ്കിലും പഞ്ചമി, ചതുർത്ഥി, പൗർണമി തിഥികളിൽ ജപിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. ശുക്ലപക്ഷ ചതുർത്ഥി, പഞ്ചമി, നാഗചതുർത്ഥി, നാഗപഞ്ചമി ദിവസങ്ങളിൽ ജപാരംഭം നടത്തുന്നത് ശ്രേഷ്ഠമാണ്. ബ്രഹ്മമുഹൂർത്തവും സന്ധ്യാസമയത്ത് ജപത്തിന് ഏറ്റവും അനുയോജ്യമായ സമയങ്ങളായിട്ട് പറയുന്നുണ്ട്. കുറഞ്ഞത് ഒരു മന്ത്രം 11 പ്രാവശ്യമെങ്കിലും ജപിക്കണമെന്നാണ്. പിന്നീട് പതുക്കെ 33, 108 അല്ലെങ്കിൽ 1008 പ്രാവശ്യം വരെ ജപിക്കാവുന്നതാണ്. പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് ദീർഘകാലം ഇത് ജപിച്ചു കഴിഞ്ഞാൽ സിദ്ധി വരുമെന്ന മന്ത്രങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി കാണിച്ചിരിക്കുന്നത് കാലസർപ്പ നിവാരണ മന്ത്രമാണ്. ഓം ക്രൗം നമോ അസ്തു സർപ്പേഭ്യോ കാലസർപ്പശാന്തിയും കുരുകുരു സ്വാഹ. ഓം നമോസ്തു സർപ്പേഭ്യോ യേ കേച പ്രതിവീമനു യേ അന്തരീക്ഷേ യേ ദിവി തേഭ്യ സർപ്പേഭ്യോ നമ. ഓം സർപ്പേഭ്യോ നമ. ഇങ്ങനെയാണ് കാലസർപ്പ നിവാരണ മന്ത്രം. ജാതകത്തിലെ കാലസർപ്പദോഷമുള്ളവർക്ക് ഈ മന്ത്രമാണ് ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങളെക്കുറിച്ച് നാഗഗായത്രി മന്ത്രങ്ങളാണ്. ഉത്തമമാണ്. നിത്യജപത്തിനും നാഗപ്രീതി വളരെ നാഗങ്ങൾ പെട്ടെന്ന് പ്രസാദിക്കുന്ന മൂർത്തികളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നാഗക്കാവുകൾ സന്ദർശിക്കുമ്പോൾ ഈ നാഗഗായത്രി ജപിക്കുന്നത് ഉത്തമമായിരിക്കും. ഓം ഭുജംഗേശായ വിദ്മഹേ സർപ്പരാജായ ധീമഹി തന്നോ നാഗപ്രചോദയാത്. പിന്നീടുള്ളത് ഓം നാഗരാജായ വിദ്മഹേ പൃഥ്വീധാരായ ധീമഹി തന്നോ സർപ്പപ്രചോദയാത്. ഇങ്ങനെയാണ്. ഇനി വേറൊരെണ്ണം കൂടെ സർപ്പത്തിൻ്റെ തന്നെ. ഓം സർപ്പരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാത്. സർപ്പപ്രീതിക്ക് ഏറ്റവും ശ്രേഷ്ഠമായ നക്ഷത്രമാണ് ആയില്യം. അതിൽ കന്നി, തുലാ മാസങ്ങളിലെ ആയില്യം ദിനം വിശേഷമായിട്ട് കരുതപ്പെടുന്നു. ആയില്യ ദിനത്തിൽ മാത്രമല്ല എല്ലാ ദിനത്തിലും ഈ നാഗരാജ ഗായത്രി മന്ത്രങ്ങൾ ജപിക്കാമെന്നാണ് പറയുന്നത്. പിന്നീട് ഒരു നവനാഗ സ്തോത്രമുണ്ട്. നവനാഗങ്ങളെയും സ്മരിക്കുന്ന സ്തോത്രമാണ്. ഉത്തമ സ്തോത്രമാണ്. നാഗദോഷങ്ങൾക്ക് പരിഹാരവുമാണ്. പിംഗലം വാസുകിം ശേഷം പത്മനാഭം ച കമ്പലം ശംഖപാലം ധൃതരാഷ്ട്രം തക്ഷകം കാളിയം തഥ. ഇങ്ങനെ 9 നാഗങ്ങളുടെ സ്മരിക്കുന്ന ഇതാണ്. ഇനി ഒരു നാഗപൂജാ മന്ത്രം കൂടി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ സർപ്പക്കാവുകളിലും മഹാക്ഷേത്രങ്ങളിലും പോകുമ്പോൾ സമസ്ത സർപ്പങ്ങളെയും കൂടി മനസ്സിൽ ചിന്തിച്ച് ജപിക്കാവുന്ന ഒരു മന്ത്രമായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് നിങ്ങളെ കാണിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പറയുന്നത് എല്ലാ ലോകങ്ങളിലും ഭൂമി, ജലം, ആകാശത്തിലുള്ള നാഗങ്ങളോടും ഞാൻ നമസ്കരിക്കുന്നു. അവർ ദോഷം മാറി അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ശിവധർമ്മശാസ്ത്രത്തിലെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നാഗരാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് അഷ്ടനാഗങ്ങളെന്ന് പറയുന്നുണ്ട്. അത് അനന്തൻ, വാസുകി, തക്ഷകൻ, കാർക്കോടകൻ, പത്മൻ, മഹാപത്മൻ, ശംഖപാലൻ, ഗുളികൻ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അനന്തൻ്റെ ധ്യാനവും മന്ത്രവും കാണിച്ചിട്ടുണ്ട്. എല്ലാ ധ്യാനവും മന്ത്രവും പറഞ്ഞാൽ സമയം കൂടുന്നതുകൊണ്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അനന്തൻ്റെ പറയുന്നു. ഓം കുങ്കുമാഭായ വിപ്രവർണായ സഹസ്രഭണായ അനന്തായ നമ. വാസുകിക്കും ഉള്ള ധ്യാനം കൊടുത്തിട്ടുണ്ട്. ഓം പീതായ ക്ഷത്രിയവർണായ സപ്തശതഭണായ വാസുകേയ നമ. പിന്നീട് തക്ഷകൻ്റെ കൊടുത്തിട്ടുണ്ട്. ഓം നീലായ വൈശ്യവർണായ പഞ്ചശതഭണായ തക്ഷകായ നമ. പിന്നെ മഹാപത്മനുണ്ട്. ഓം ഉജ്ജ്വലായ ശൂദ്രവർണായ പഞ്ചശതഭണായ മഹാപത്മായ നമ. അങ്ങനെ ഗുളികൻ്റെയും മറ്റ് മന്ത്രങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള നാഗമന്ത്രങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുന്നു. നമസ്കാരം.